അമ്മയേക്കാൾ വലിയ പോരാളിയില്ലാന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോ അത് ഓർമ്മ വന്നു. ഞാനും ഡോക്ടർ അസറും ഡോക്ടർ വിനീതും ഒക്കെ ഉള്ള ടീം ഞങ്ങൾ ട്രക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അങ്ങനെ റെയിൻ ഹൈക്കേഴ്സ് എന്നാണ് ഞങ്ങൾ പറയാം. മഴയിൽ നനഞ്ഞുകൊണ്ട് ട്രക്ക് ചെയ്യും. അപ്പൊ ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ വളരെ തളർന്ന് ക്ഷീണിതനായിട്ട് ഞാൻ വന്നു. ആ തളർന്ന് ക്ഷീണിതനായിട്ട് വന്നപ്പോൾ നമ്മളെ സിനിമയിൽ കണ്ടിട്ടില്ലേ ജഗതി വരുന്നത്, ഇതാ വന്നിരിക്കുന്ന നിന്റെ മോഹൻ എന്ന് പറഞ്ഞിട്ട്, ആ രീതിയിലാണ് ഞാൻ എത്തിയത്. ആ സമയത്ത് ഞാൻ ഉമ്മന്റെ അടുത്ത് അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ ഇന്ന് നിങ്ങൾ എവിടെ ട്രക്കിങ്ങിന് പോയത്? ഞാൻ പറഞ്ഞു, ഉമ്മ അത് ട്രക്കിംഗ് അല്ല, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതലൊക്കെ പോകുന്ന സാധനത്തിനാണ്, ഇതിനെ ഹൈക്കിംഗ് എന്നാന്ന് പറയാം. നമ്മൾ കുറച്ചൊരു ഹൈപ്പൊക്കെ ആക്കിയിട്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ഇന്ന് എത്ര ദൂരം നടന്നു? 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? ഞാൻ പറഞ്ഞു, ഈങ്ങാപ്പുഴ നിന്ന് കൊടുവള്ളി വരെ പോകുന്നു. പടച്ചോനെ, അത്രയും നടന്നോ? നടന്നു. ഭയങ്കര ആവേശമായിട്ടോ. അപ്പൊ ഓക്കെ, മോനെ എങ്ങോട്ടാ പോയത്? ഞാൻ പറഞ്ഞു, കുളമലക്ക്. ഉമ്മ ചിരിച്ചു. ഉമ്മ ഭയങ്കര ചിരി. എന്താണെന്നറിയോ, ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മ കൂലിപ്പണിക്ക് നടന്നു കയറിയിരുന്ന മലയാണ് കുളമല. ഞങ്ങളത് ഇന്ന് പ്രോട്ടീൻ ഫുഡും എനർജി ഡ്രിങ്കൊക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് ഒരു ദിവസം കയറിയപ്പോ ഞങ്ങൾ ഒരുപാട് തളർന്നു പോയി. അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടി ഉമ്മ കൂലിപ്പണിക്ക് പോയിരുന്ന സ്ഥലമാണ് കുളമല. ഞാൻ 8 മാസം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴും ആ കുളമലയിൽ ഇന്ന് ഉമ്മ പോയിട്ടുണ്ട്. ആ ഉമ്മ ഇന്ന് എന്റെ മുമ്പിൽ ഇതിവിടെ അഭിമാനത്തോടു കൂടി ഇരിക്കുന്നുണ്ട്.